കഴിഞ്ഞ ദിവസം ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഓൺലൈൻ ബാച്ച് എടുക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചു, സാർ എങ്ങനെ ടെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതിനൊരു വഴി ഞാൻ പറയാം. നമുക്ക് ഇംഗ്ലീഷിൽ 12 ടെൻസുകളാണ് ഉള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പം ഷീ റൈറ്റ്സ് എ നോവൽ, അത് ആ ഒരു ഇത് വെച്ചിട്ട് 12 സെൻറ്റൻസ് പഠിക്കുക. ഷീ റൈറ്റ്സ് എ നോവൽ, ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ, ഷീ ഹാസ് റിട്ടേൺ എ നോവൽ. ഞാനിവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ നോവൽ എന്നുള്ള സംഭവങ്ങൾക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഷീ റൈറ്റ്, ഷീ ഈസ് റൈറ്റിംഗ്, ഷീ ഹാസ് റിട്ടേൺ എന്ന് പറയുന്ന ആ കോർ സംഭവം കിട്ടും. പ്രവൃത്തി ചെയ്യുന്ന ആൾ പ്രവർത്തി. അതിന് ഗ്രാമറിൽ കുറേ ടേംസ് ഉണ്ട്, നമുക്കതൊന്നും വേണ്ട. ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ നമ്മളൊരു സംഭാഷണം കേൾക്കുമ്പോൾ, ഉദാഹരണം ദേ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്കിത് കമ്പയർ നോക്കി പിടികിട്ടും. ദേ റൈറ്റിംഗ് വരില്ലല്ലോ. ദേ റൈറ്റിംഗ് എന്നൊരു പാറ്റേൺ ഇല്ല. ഒന്നുകിൽ ദേ ആർ റൈറ്റിംഗ് അല്ലെങ്കിൽ ദേ വേ റൈറ്റിംഗ്. കാരണം ഷീ ഈസ് റൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഷീ റിട്ടേൺ എ നോവൽ തെറ്റാണ്. ഇതാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ഫോർമുല. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കുമ്പോൾ ഒരാൾ പറയുമ്പോൾ അത് ആ പാറ്റേൺ അല്ല നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.